മേജർ ജനറൽ ഇന്ദ്രപാലിനോട് തന്നെ ചോദിക്കാം ഇന്നത്തെ ഡ്രോൺ പരിശോധനയുടെ വിശദാംശങ്ങളെക്കുറിച്ച്. സർ, ഇന്നത്തെ തെരച്ചിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണല്ലേ? എവിടെയൊക്കെയാണ് തെരഞ്ഞത്? എന്തൊക്കെ നമുക്കൊരു റിപ്പോർട്ടായി പറയാൻ പറ്റും ഇപ്പോൾ? അപ്പോൾ എനിക്കൊരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, സക്സസ് റേറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് 2 പരിശോധന ചെയ്തു. ഒന്ന് നമ്മുടെ ഹൈ പ്രൊഫൈൽ ഡ്രോൺ, ഹൈ പവർ ഡ്രോണിനെ ആ ക്രൗണിലോട്ട് അയച്ചു. ആ ഡ്രോൺ ആ ക്രൗൺ വരെ പോയിട്ട് നമുക്ക് കാണാതെ ആയി. പക്ഷേ ഇവിടുത്തെ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉള്ള കാരണം നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റി. ആ ക്രൗണിൽ നിന്ന് ആ ഫുൾ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രൊഫൈൽ പിടിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ നമുക്ക് ആ പ്രൊഫൈൽ എന്തിനാണ് പിടിച്ച് നമ്മുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി തെരച്ചിൽ കൂടുമ്പോൾ ആ പ്രൊഫൈൽ വെച്ചിട്ട് അതിനെ സൂപ്പർപോസ് ചെയ്യും ഓൺ ടു സാറ്റലൈറ്റ് ഇമേജറി, ഓൺ ടു വേരിയസ് അതർ സിമുലേഷൻ സ്റ്റഡീസ് ചെയ്തിട്ട് എവിടെയൊക്കെ ബോഡി പോകാൻ ചാൻസ് ഉണ്ട് അതിനോ സ്റ്റഡി ചെയ്യാനായിട്ട് അത് എടുത്തിറക്കുന്നത്. ദാറ്റ് ഇസ് ഫോർ ഫ്യൂച്ചർ യൂസ്. പ്ലസ് അതിന് ദാറ്റ് ഡേറ്റ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് നമ്മുടെ വിത്ത് ദി വെതർ ഡിപ്പാർട്ട്മെൻറ്റ്, വിത്ത് ദി ലാൻഡ് സ്ലൈഡ് പ്രൊട്ടക്ഷൻ, അവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ചെയ്തത്. ദാറ്റ് ഇസ് വൺ പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ എന്താ ചെയ്ത് ഇന്ന് ഇവിടെ പരിശോധന ചെയ്തത് നമ്മുടെ ഐബോർഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഐബോർഡ് വെച്ചിട്ട് പരിശോധന ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് സ്പോട്ട്സ് കിട്ടി. ഒരു ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയാം അതിന്, കോൺടാക്ട് പോയിന്റ്സ്. അവിടെ ഒരു 20 സ്പോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് തന്നെ. ഈ സ്ഥലത്ത് തന്നെ 20 സ്പോട്ട്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ബോഡി ആവണമെന്ന് ഇല്ല. കാരണം ഇവിടെ നമുക്ക് മെറ്റൽ ഒബ്ജക്റ്റ് ബറീഡ് ഉണ്ടായിരിക്കും, കുറേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ബറീഡ് ഉണ്ടായിരിക്കും, കോൺക്രീറ്റ് ബറീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നോൺ നാച്ചുറൽ ഒബ്ജക്ട്സ് എന്തൊക്കെ ബറീഡ് ഉണ്ട് അത് നമ്മൾ പിടിക്കും. ഇനിയാണ് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് രാത്രി പോയി ഇരുന്നിട്ട് വീട്ടിൽ 4-5 hours ജോബ് അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിൽ ഏതാണ് മെറ്റൽ ആവാൻ ചാൻസ് കൂടുതൽ, ഏതാണ് വേറെ എന്തെങ്കിലും അത് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന മുമ്പേ നമ്മളൊരു ടെസ്റ്റ് നടത്തി നോക്കി നമുക്ക് ഈ കിട്ട സ്പോട്ട്സിൽ ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അറിയാനായിട്ട് നമ്മളൊരു ക്വയറ്റായിട്ട് അവിടെ ഡിഗിങ് ചെയ്തു, ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട്. അവിടെയാണ് ഇൻഫാക്ട് അവിടെ ചെയ്യുമ്പോൾ നമുക്കവിടെ ലോക്കൽ ആൾ വന്ന് പറഞ്ഞാൽ ഇവിടെ സാർ ഒരുപാട് സ്മെൽ വരുന്നുണ്ട്, ഇവിടെ JCB ഡിഗിങ് ചെയ്തിട്ടില്ല, ഇവിടെ എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടാകാൻ ഭയങ്കര ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളവിടെ ഡ്രോൺ നടത്തി നമുക്ക് സ്പോട്ട്സും കിട്ടി. അവിടെ ഡിഗ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 വയർ മെഷ് 2 feet ഡയ ആൻഡ് 5 feet വൈഡ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ സൈസ് ആയില്ലേ, ഫുൾ ഓഫ് എർത്ത്, അതാണ് കിട്ടിയത്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ നമുക്കൊരു ഇലക്ട്രിക് പോൾ ഓൾമോസ്റ്റ് സെയിം സൈസായിട്ട് കിട്ടി. സോ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ സംവിധാനത്തിന് ഗ്രൗണ്ടിൻ്റെ കീഴെ നോക്കാൻ കേപ്പബിലിറ്റി ഉണ്ട്. അതൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടി. വി ആർ വർക്കിംഗ് പ്രോപ്പർലി ആൻഡ് ഇറ്റ് ഈസ് വൺ. നൗ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഉള്ള 20-25 സ്പോട്ട്സിനെ നമുക്ക് രാത്രി റൂൾ ഔട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഡീപ് സ്റ്റഡി ചെയ്തിട്ട് ഏതാണ് 8-10 സ്പോട്ട്സ് നമുക്ക് നാളെ പരിശോധിക്കേണ്ടത്. ആ സ്പോട്ട്സിൽ നമ്മൾ ഇനി വന്നിട്ട് ഒരു ഡോഗ് സ്ക്വാഡിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോഗ് വന്നിട്ട് നമ്മൾ എക്സാക്ട് ലാറ്റിറ്റ്യൂഡ് അവർ കാണിച്ചു കൊടുക്കും. ആ ഡോഗിനെ വെച്ച് അവിടെ മാത്രം സ്മെൽ ചെയ്താൽ മതി. അപ്പോൾ ഡോഗിന് എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടുകയാണെങ്കിൽ അപ്പോൾ മാത്രം അവിടെ ഡിഗ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല ചാൻസ് ഉണ്ടാവും ടു ബി ഏബിൾ ടു ഫൈൻഡ് സംതിങ് വിച്ച് ഈസ് ലൈഫ് ഫോം ഉള്ള. ഇതിന് പട്ടിയാവാനും ചാൻസ് ഉണ്ട്, ഒരു മൃഗമാവാനും ചാൻസ് ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ലൈഫ് ഫോം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഹ്യൂമനും ആവാൻ ചാൻസ് ഉണ്ട്. ഈ 3 നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ലൈഫ് ഫോം ഉണ്ടെങ്കിൽ അത് പിടിച്ചോളൂ. അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പോയപ്പോൾ ഇവിടെ ഈ സ്ഥലം കാണുന്നുണ്ടോ, ഇവിടെ JCB പോയിട്ടേ ഇല്ല, കണ്ടില്ലേ? അത് പോകാനും പറ്റില്ല, കാരണം JCB ഇറങ്ങിയാൽ അത് ഇറക്കും. പക്ഷെ നമ്മുടെ ഡ്രോൺ അവിടെ പോയിട്ടുണ്ട്, ഇതിനത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രി അവിടെ ഇരുന്നിട്ട് വി ആർ ഗോയിങ് ടു അനലൈസ് ദാറ്റ്. അപ്പം ഈ കെട്ടിടാവശിഷ്ടങ്ങൾ ഒക്കെ ഉള്ള സ്ഥലമുണ്ട്, അതിനടിയിലൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ പാറക്കല്ലുകളുണ്ട്, വലിയ പാറക്കല്ലിനടിയിലൊക്കെ ആണ്. ഈ പാറക്കല്ലിൻ്റെ അടിയിൽ പോവില്ല, പക്ഷെ പാറക്കല്ലിന് കയറിയിരുന്നാൽ അവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഡ്രോൺ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ അവിടെ ഡോഗിന് പോയി കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. ഡോഗിന്, കാരണം അവിടെ ഓപ്പൺ അല്ലേ, എവിടേക്ക് ഓപ്പൺ സ്ഥലമുണ്ട് ഡോഗ് കണ്ടുപിടിച്ചോളൂ. അത് പാറയുടെ കൂടെ സിഗ്നൽ അയക്കാൻ അത്ര ഈസി അല്ല. അപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി ഏരിയ ആയിരിക്കും. നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ആണ് ഇങ്ങനത്തെ മൺകുഴികൾ, മഡ് ഫോർമേഷൻസ് ഇൻസൈഡ് ദ റിവർ, ഔട്ട്സൈഡ് ദ റിവർ. അതാണ് നമ്മുടെ ഹൈ പ്രയോറിറ്റി ഏരിയ. അവിടെ നമുക്ക് സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ വിൽ ട്രൈ ആൻഡ് ഗോ ടു മോർ ഡിഫിക്കൽട്ട് ഏരിയാസ്. എന്താണ് തോന്നുന്നത്, ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ എന്തൊക്കെ സാധ്യതയാണ്, എവിടെയൊക്കെ ഉണ്ടാവാൻ? ഇപ്പോൾ ചാലിയാർ പുഴ വരെ മലപ്പുറം ജില്ല വരെ ഒഴുകിപ്പോയി. അപ്പോൾ എന്താണിത് കാണുമ്പോൾ തോന്നുന്നത്? നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബോഡി എവിടേക്ക് പോകുന്ന ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു പ്രെഡിക്റ്റ്.
അതിനാണ് നമ്മൾ ടെക്നോളജി ഇറക്കുന്നത്. വാട്ട് ഈസ് നോട്ട് പോസിബിൾ ടു ഹ്യൂമൻ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഇത് ഈ സിമുലേഷൻ ചെയ്തിട്ട് കുറച്ചൊരു പ്രഡിക്ഷൻ ചെയ്യാൻ നോക്കും വിച്ച് ആർ ഹൈ പ്രോബബിൾ ഏരിയാസ്. അതിനാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വൺസ് വി ഗെറ്റ് സം സക്സസ് ഓൺ ഗ്രൗണ്ട് ഹിയർ. ഈ 20 ഹോട്ട്സ്പോട്ടുകളിലും തെരച്ചിൽ നടത്തണം എന്നുള്ളതാണോ ഇപ്പോൾ കണ്ടെത്തിയ 20 ഹോട്ട്സ്പോട്ട്? ഇല്ല, അത് നമ്മൾ രാത്രി വിൽ റൂൾ ഔട്ട് ചെയ്യും. റൂൾ ഔട്ട് ചെയ്തിട്ട് വിൽ കട്ട് ഇറ്റ് ഡൗൺ ടു 5 to 8 സ്പോട്ട്സ്. അവിടെ മാത്രമേ തെരച്ചുള്ളൂ. അവിടെ സക്സസ് കിട്ടിയ ശേഷം ദെൻ വിൽ ബിൽഡ് അവർ ഹോൾ മെക്കാനിസം സിസ്റ്റം, ഡേറ്റാബേസും ഒരു ബോഡിയുടെ സിഗ്നേച്ചറും കിട്ടും. അത് കയറ്റിയാൽ ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു കമ്പയർ. ഇപ്പോൾ ഒരു സിഗ്നേച്ചർ ഒരു ടൈപ്പാണ്, വേറെ സിഗ്നേച്ചറാണ്. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ ഒരു സിഗ്നേച്ചർ നമുക്ക് 2-3 ഡേറ്റാബേസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും അയ്യേ ഇത് ഇരുമ്പാണ്, ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ഐറ്റം ഡെവലപ്പ് ചെയ്തത് ഹ്യൂമൻ ബോഡിക്ക് വേണ്ടിയിട്ടല്ല. ഡെവലപ്പ് ചെയ്തിരിക്കണം ഫോർ ഡിഫൻസ് സെക്യൂരിറ്റി പർപ്പസ്. IEDs, അണ്ടർഗ്രൗണ്ട് ആമിനേഷൻ, അണ്ടർഗ്രൗണ്ട് ആംസ് ക്യാഷേഴ്സ്, ടണൽസ്, ഈ മിലിറ്റൻസ് ഒക്കെ ഉപയോഗിക്കില്ലേ, അതിനെ പിടിക്കാനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അർജുനൻ്റെ അവിടെ പോയിട്ട് വി വർ ഏബിൾ ടു ഐഡൻറ്റിഫൈ CP4. അതേപോലെ ഇവിടെയും വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഹൗ ടു വി ആർ ആൾസോ ലേണിംഗ് ഹൗ ടു ഡു ദിസ് ആൻഡ് വി ആർ കോൺഫിഡൻറ്റ് ഇതിൽ നമുക്ക് സക്സസ് കിട്ടുന്ന ഒരു കോഷ്യസ് ഒപ്റ്റിമിസ്റ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഇത്. എവിടെയൊക്കെ തെരച്ചിൽ ഇനിയുമുണ്ട്? അത് ഇന്നത്തെ നിർത്തി. നൗ വി ആർ ടു ഡു ഡേറ്റ അനാലിസിസ്. രാത്രി ഡേറ്റ അനാലിറ്റിക്സാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നാളെയും ഉണ്ടോ? ഇനി നാളെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. യെസ് ഡെഫിനറ്റ്ലി സക്സസ് കിട്ടുന്നവരെ നമ്മൾ നിൽക്കും ഇവിടെ, അങ്ങനെ ഓടിപ്പോവില്ല. ഓക്കെ.